ഓക്കെ, നമ്മൾ ചില സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിപ്രീസിയേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ടീ അതുപോലെ തന്നെ കോഫി ആൻഡ് റബ്ബർ ഡെവലപ്മെൻറ്റ് സ്ഥാപനങ്ങൾ അവർക്ക് ലഭ്യമാവുന്ന ഡിഡക്ഷൻസും അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ചില പ്രിവിലേജസൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സയൻറ്റിഫിക് റിസർച്ചിന് അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ചില പ്രിവിലേജസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയാണ് കേട്ടോ. മാത്രമല്ല നമ്മളൊരു പ്രോബ്ലം അതിനെ ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലം കൂടി നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കാം. ആദ്യം നമുക്ക് ടീ കോഫി ആൻഡ് റബ്ബർ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അവർക്കുള്ള ആനുകൂല്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. അവർ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എ ഡിഡക്ഷൻ ഈസ് അലൗഡ് ഫ്രം പ്രോഫിറ്റ്സ് ഓഫ് അസസി ഹു ആർ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ കോഫി ആൻഡ് റബ്ബർ ഇൻ ഇന്ത്യ. അതായത് ടീ അല്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ റബ്ബർ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ മാനുഫാക്ചർ ചെയ്യുക അതല്ലെങ്കിൽ ഗ്രോയിങ് പിന്നെന്താ പറയുക നട്ട് വളർത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങളുണ്ട്. അവരുടെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് അവർക്ക് എന്തുണ്ടെന്ന് പറയുന്നത് ചില ഡിഡക്ഷൻസൊക്കെ അലൗഡ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എന്ത് ചെയ്യണം, നബാർഡിൻ്റെ അണ്ടറിൽ ഒരു ഡെപ്പോസിറ്റ് സ്കീമുണ്ട്. ആ ഡെപ്പോസിറ്റ് സ്കീമിൽ അവരെന്ത് ചെയ്യണം എന്നുള്ളതാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റ് ചെയ്ത തുകയോ അതല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റിൻ്റെ 40% ഇതിലേതാണോ കുറവെങ്കിൽ അത്രയും അവർക്ക് ഡിഡക്ഷൻ കിട്ടും, അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ഷൻ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. ഇത്തരത്തിൽ ടീ കോഫി ആൻഡ് റബ്ബർ അത്തരത്തിൽ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കുള്ള ഡിഡക്ഷനാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്, അവരവരുടെ പ്രോഫിറ്റിൽ നിന്ന് അവർക്ക് സ്പെഷ്യലായിട്ട് ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നബാർഡിൻ്റെ അണ്ടറിൽ വരുന്ന അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഒന്നെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയോ അല്ലെങ്കിൽ 40% പ്രോഫിറ്റിൻ്റെ 40% അതിലേതാണോ കുറവെങ്കിൽ അത്രയും അവർക്ക് ഡിഡക്ഷൻ കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ഡിഡക്ഷൻസും ആനുകൂല്യങ്ങളും നമുക്ക് നോക്കാം. ശ്രദ്ധിക്കും. ദ ഫോളോയിങ് ഡിഡക്ഷൻസ് ആർ അലൗഡ് ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച്. സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വരുന്ന അതിൻ്റെ എക്സ്പെൻഡിച്ചറിൽ വരുന്ന ചില ഡിഡക്ഷൻസ് ആണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ചില എക്സ്പെൻസുകളൊക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സ്ഥാപനങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ട്, അതിന് ആനുപാതികമായുള്ള ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ ഇതുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണോ റേറ്റ് പറയണമെങ്കിൽ ആ റേറ്റിനനുസരിച്ചിട്ട് നിങ്ങളത് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഒന്നാമത്തെ പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ അസസി ഹിംസെൽഫ്. അതായത് സയൻറ്റിഫിക് റിസർച്ച് നടത്തുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് അതിൽ വരുന്ന റവന്യൂ എക്സ്പെൻസുകളെല്ലാം അവർക്ക് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, മുഴുവനായിട്ടും ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ മറ്റ് സ്ഥാപനങ്ങൾക്കും അങ്ങനെയാണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളൊക്കെ അവർക്ക് ഡിഡക്റ്റ് ചെയ്യാം. അപ്പം ഒരു സ്ഥാപനം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ആണ് അവർ ചെയ്യുന്നത്, അവരുടെ വർക്ക് അതാണ്. ഏതെങ്കിലും സാധനങ്ങളുടെയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് എത്രയാണോ റവന്യൂ എക്സ്പെൻസ് വരുന്നതെങ്കിൽ അത്രയും എമൗണ്ട് അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഡിഡക്റ്റ് ചെയ്യാം. അതാണ് ഫസ്റ്റ് ക്ലോസിൽ പറയുന്നത്. രണ്ടാമത്തെ ക്ലോസ് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദി അസസി ഹിംസെൽഫ്. ഇനി ഇതേപോലെ തന്നെ സ്വന്തമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെ ലാൻഡ് ഒഴികെയുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, ലാൻഡിന് പറ്റില്ല കേട്ടോ. സാധാരണ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാമെന്നുള്ളതാണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രോഫിറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ശ്രദ്ധിക്കൂ. കോൺട്രിബ്യൂഷൻ മെയ്ഡ് ടു ആൻ അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷൻ ഓർ എ യൂണിവേഴ്സിറ്റി കോളേജ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി സയൻറ്റിഫിക് റിസർച്ച് കാര്യങ്ങളൊന്നും അല്ല ഒരു സ്ഥാപനം നടത്തുന്നത്, പക്ഷേ അവരെന്ത് ചെയ്യണം, കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള റിസർച്ച് അസോസിയേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ കോളേജുകൾ അത്തരത്തിലുള്ള അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ടല്ലോ, അവയ്ക്ക് എന്ത് ചെയ്യണം, കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ എത്രയാണോ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ അതിൻ്റെ 150% അവർക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, ഡിഡക്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ സാധാരണ ഒരു സ്ഥാപനം എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള റിസർച്ച് അസോസിയേഷനോ യൂണിവേഴ്സിറ്റിക്കോ കോളേജുകൾക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ എമൗണ്ട് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തുന്ന സ്ഥാപനങ്ങൾക്കായിരിക്കണം കേട്ടോ കോൺട്രിബ്യൂഷൻ നടത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 100 രൂപ കൊടുത്താൽ 150 രൂപ വരെ അവർക്ക് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അതുപോലെ സം പെയ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് ടു എ കമ്പനി. ഇനി ഏതെങ്കിലും സയൻറ്റിഫിക് റിസർച്ച് നടത്തുന്ന കമ്പനിക്കാണ്
പിന്നെ എമൗണ്ട് കൊടുക്കുന്നതെങ്കിൽ. മറ്റത് ഏതൊക്കെയായിരുന്നു? റിസർച്ച് അസോസിയേഷൻ, യൂണിവേഴ്സിറ്റി, കോളേജ്, ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആയിരുന്നു. ഇത് ഏതെങ്കിലും റിസർച്ച് നടത്തുന്ന സയൻറ്റിഫിക് റിസർച്ച് നടത്തുന്ന ഏതെങ്കിലും കമ്പനിക്കാണ് നമ്മൾ സം പെയ്ഡ് എമൗണ്ട് കൊടുക്കുന്നതെങ്കിൽ 100% ഡിഡക്ഷൻ. ഓക്കെ. അതുപോലെ തന്നെ സം പെയ്ഡ് ഫോർ സോഷ്യൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്. ഇനി നമ്മൾ ഇത്തരത്തിൽ എമൗണ്ട് കൊടുക്കുന്നത് ഒരു സോഷ്യൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചിന് വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ചിലവ് വരുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എമൗണ്ട് കൊടുക്കണമെങ്കിൽ അവിടെയും നമുക്ക് കൊടുത്ത എമൗണ്ട് മൊത്തം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. നെക്സ്റ്റ്, സം പെയ്ഡ് ടു നാഷണൽ ലബോറട്ടറി ഓർ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ എൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഓക്കെ. ഇവയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 150% വരെ ഡിഡക്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിനൊക്കെയാണ് നാഷണൽ ലബോറട്ടറി, അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഓക്കെ, IIT പോലുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇത്തരത്തിൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതെങ്കിൽ 150% വരെ ഡിഡക്ഷൻ ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ്, എക്സ്പെൻഡിച്ചർ ഓൺ ഇൻഹൗസ് റിസർച്ച്. ഇൻഹൗസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ റിസർച്ച് നടത്തുകയാണ്. ഇൻഹൗസ് റിസർച്ചാണ് നമ്മൾ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 150% വരെ എന്തുണ്ട്? ഡിഡക്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നോക്കി വയ്ക്കുക. 3 എണ്ണത്തിലാണ് എന്ത് പറയുന്നുള്ളൂ? പ്രധാനമായിട്ടും 150 എന്നുള്ളൊരു പെർസെൻറ്റേജ് പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ എത്രയാണോ ചിലവായതെങ്കിൽ അത്രയാണ്. അപ്പോൾ ഈ കൊല്ലം കൂടി ഇങ്ങനെ 150 എന്നുള്ളൊരു പെർസെൻറ്റേജ് പറയുന്നുള്ളൂ. നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയർ മുതൽ എല്ലാം 100% ആണ്. ഓക്കെ. പക്ഷേ നമ്മുടെ 2019-20 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ. അപ്പോൾ നമുക്ക് ബാധകമല്ല. അടുത്ത കൊല്ലത്തെ കുട്ടികൾ പഠിക്കുമ്പോൾ എല്ലാം 100%ലാണ് പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് സയൻറ്റിഫിക് റിസർച്ചിനെ ബേസ് ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ അത് ഇതിനൊക്കെയാണ്. ചിലപ്പോൾ ഇനി അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്കോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിഡക്ഷൻ ഇല്ല കേട്ടോ. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവണമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇത് സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. എ മാനുഫാക്ചറിങ് യൂണിറ്റ് ഓഫ് ഇൻഡോർ മെയ്ഡ് ദ ഫോളോയിങ് എക്സ്പെൻഡിച്ചർ ഫോർ സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് ഇൻഡോർ എന്നുള്ള കമ്പനി. ഓക്കെ. മാനുഫാക്ചറിങ് യൂണിറ്റ് ഓഫ് ഇൻഡോർ എന്ത് ചെയ്യുകയാണ്? താഴെ പറയുന്ന എക്സ്പെൻസുകളൊക്കെയാണ് അവർക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. സാലറി ഓഫ് സ്റ്റാഫ് എംപ്ലോയിഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് റിലേറ്റഡ് ടു ഓൺ ബിസിനസ്. അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് സ്റ്റാഫിന് എന്ത് ചെയ്യണം? റിസർച്ചിൽ നടത്തുന്ന സ്റ്റാഫിന് സാലറി കൊടുത്തു. 1,45,000 രൂപയുടെ സാലറി കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. സാലറി കൊടുക്കലൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1,45,000 മൊത്തം അവർക്ക് എന്ത് ചെയ്യുക എന്നുള്ളതാണ്? ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. 100% ഡിഡക്ഷൻ ആണല്ലോ. ഓക്കെ. അടുത്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ലാൻഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച്. ഇനി ലാൻഡിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്. ലാൻഡിന് വേണ്ടിയിട്ട് എങ്ങനെയാണ്? സയൻറ്റിഫിക് റിസർച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ട് ലാൻഡ് നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 3 ലക്ഷം രൂപ. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അലൗഡ് ആണ്, ഇല്ലെങ്കിൽ ഡിഡക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഏതൊഴികെ, ലാൻഡ് ഒഴികെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ, ഈ 3 ലക്ഷത്തിൻ്റെ മുകളിൽ നമുക്ക് ഡിഡക്ഷൻ അവൈലബിൾ അല്ല. ഓക്കെ. അടുത്ത് നോക്കൂ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ബിൽഡിംഗ്. എന്നാൽ ബിൽഡിംഗ് എന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്. ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു ഓൺ ബിസിനസ്. അവരുടെ സ്വന്തം ബിസിനസ്സിന്, അവർ റിസർച്ചാണ് നടത്തുന്നത്. അപ്പോൾ അവരുടെ സ്വന്തം ബിസിനസ്സിന് വേണ്ടിയിട്ട് ബിൽഡിംഗ് എന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ട് 5 ലക്ഷം രൂപ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യുക എന്നുള്ളതാണ്? ഡിഡക്ഷൻ കിട്ടും. ഓക്കെ. നെക്സ്റ്റ്, എമൗണ്ട് പെയ്ഡ് ടു ആറ്റോമിക് റിസർച്ച് സൊസൈറ്റി ആൻഡ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ 8 lakh. ഇനി നമ്മൾ ആറ്റോമിക് റിസർച്ച് സൊസൈറ്റിക്ക്, അതൊരു റിസർച്ച് സെൻ്റർ ആണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. 8 ലക്ഷം രൂപ വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സൊസൈറ്റിക്ക്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യൂണിവേഴ്സിറ്റിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ 150% ആണ് അല്ലേ. അപ്പോൾ 8 ലക്ഷത്തിന് 150% എന്ന് പറയുമ്പോൾ എത്രയും വരിക? 12 lakh ആണ് അല്ലേ. അപ്പോൾ അത്രയും 12 ലക്ഷം വരെ നമുക്കവിടെ ഡിഡക്ഷൻ കിട്ടും. ഓക്കെ. അടുത്തത് ശ്രദ്ധിക്കുക. എമൗണ്ട് പെയ്ഡ് ടു ഡൽഹി യൂണിവേഴ്സിറ്റി ഫോർ റിസർച്ച് ഓൺ റബ്ബർ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ട് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 2 lakh. അത് അപ്രൂവ്ഡ് ബൈ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി. അത് എന്താ പറയുക, അംഗീകരിച്ചിട്ടുള്ള സ്ഥാപനമാണ്. അപ്പോൾ 2 ലക്ഷം രൂപ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമുക്കറിയാം ഏതെങ്കിലും ഏതാണ്? റിസർച്ച് സെൻ്ററാണ് അല്ലേ, യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതിന് കൊടുത്തു കഴിഞ്ഞാൽ 150% ഡിഡക്ഷൻ ഉണ്ട്. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ 150% 3 ലക്ഷം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് അഡ്മിസിബിൾ എമൗണ്ട് അല്ലെങ്കിൽ ഡിഡക്റ്റബിൾ എമൗണ്ട് എത്രയാണ് അണ്ടർ ദ ഹെഡ് എക്സ്പെൻഡിച്ചർ ഓൺ റിസർച്ച്, സയൻറ്റിഫിക് റിസർച്ചിൻ്റെ അണ്ടറിൽ എത്രത്തോളം അഡ്മിസിബിൾ എമൗണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അഡ്മിസിബിൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ അലൗഡ് എമൗണ്ട് അല്ലെങ്കിൽ അലൗഡ് എക്സ്പെൻസ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഓരോ എലമെൻറ്റും വായിക്കുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് പറയാം. റവന്യൂ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട് 1,45,000. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻ ലാൻഡ് അത് അലൗഡ് അല്ല. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ടു ഓൺ ബിസിനസ് അത് വന്നിട്ടുണ്ട് 5 ലക്ഷം. പിന്നെ എമൗണ്ട് പെയ്ഡ് ടു ആറ്റോമിക് റിസർച്ച് സൊസൈറ്റി 150% ഡിഡക്ഷൻ ഉള്ളതുകൊണ്ട് 12 ലക്ഷം. പിന്നെ എമൗണ്ട് പെയ്ഡ് ടു ഡൽഹി യൂണിവേഴ്സിറ്റി അവിടെയും അതും ഇത്രയാണ് 150% തന്നെയാണ്. സോ 3 ലക്ഷം. അപ്പോൾ ടോട്ടൽ അഡ്മിസിബിൾ അല്ലെങ്കിൽ ടോട്ടൽ ഡിഡക്റ്റബിൾ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 21,45,000 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ.